മീൻകറിയാണ്. ഇതിനു മുമ്പ് പല മീൻകറികളുടെ റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു മാംഗ്ലൂർ സ്റ്റൈൽ മീൻകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മാംഗ്ലൂർ സ്റ്റൈൽ അയലക്കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ അയില എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനി മാറ്റി വയ്ക്കാം. ഈ മീൻകറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ്. അത് കാരണം തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. ഞാനിവിടെ ഒരു 15 കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ കാശ്മീരി മുളകാണ് ഉപയോഗിക്കാറ്. കാശ്മീരി മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കുക. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേക്കാളും കൂടുതൽ എരിവുണ്ടാവും കാശ്മീരി മുളകാവുമ്പോൾ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്, അതായത് മുഴുവനോട് കൂടിയ മല്ലി. പിന്നെ ഒരു 2 ടീസ്പൂൺ മുഴുവനോട് കൂടിയ കുരുമുളക്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം, അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്കിതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മല്ലിയും മുളകും വേറെ വേറെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ റോസ്റ്റിംഗ് ടൈം വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടുതൽ റോസ്റ്റ് ആയിട്ട് വരും, മറ്റേത് കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ടും വരില്ല. അപ്പോൾ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ മല്ലിയൊന്ന് റോസ്റ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഉലുവില്ലേ, അതിട്ട് കൊടുക്കാം. ഉലുവിയൊന്നും ഒരുപാട് കൂടിപ്പോണ്ട, കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പരസം വരും. പിന്നെ ഈ റെസിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒതൻറ്റിക് മാംഗ്ലൂർ സ്റ്റൈൽ മീൻകറി അല്ല. കാരണം ഞാനിതിൽ എൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എൻ്റെ ടേസ്റ്റിനനുസരിച്ച്. ഇതിലേക്ക് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു 2 ടീസ്പൂണൊക്കെ. ഞാൻ പക്ഷെ ചേർക്കണില്ല. അതുപോലെ തന്നെ അജ്വൈനില്ലേ, അയമോദകം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അയമോദകം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ തന്നെ മതി, ഒരുപാടൊന്നും വേണ്ട. ഞാനിത് രണ്ടും ചേർക്കണില്ല. ജീരകം എന്ന് ഉദ്ദേശിച്ചത് ക്യുമിൻ സീഡ്സ് ആണ് കേട്ടോ, പെരിഞ്ജീരകമല്ല. പക്ഷെ അതൊക്കെ ചേർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മീൻകറിയുടെ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് മതി. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സെയിം കടായിലേക്ക് തന്നെ നമുക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിലവരിത് റോസ്റ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്, പക്ഷെ റോസ്റ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് കൂടുതൽ വരും. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണ ഒരു സമയം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിയും. മാംഗ്ലൂർ സ്റ്റൈല്, ഉടുപ്പി സ്റ്റൈൽ എന്നൊക്കെ പറയാവുന്ന ഒരു മീൻകറി തന്നെയാണിത്. പിന്നെ മീൻകറി ആകുമ്പോൾ അത്യാവശ്യം എരിവും വേണമല്ലോ. നമ്മളിപ്പോൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും അതുപോലെ തന്നെ കാശ്മീരി മുളക് പിന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചില മുളകുകളൊക്കെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. തണ്ടിൻ്റെ ഭാഗത്ത് ഹോളില്ലാത്തൊക്കെ നന്നായിട്ട് വീർക്കുന്നുണ്ട്, മറ്റേതൊന്നും അങ്ങനെ വീർത്ത് വരുന്നില്ല. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതും നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് നാളികേരം ചെറുക്കിയെടുത്തതാണ്. പിന്നെ വേണ്ടത് നമുക്കൊരു സവോളയുടെ പകുതിയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. പകുതി മതി, ഒരുപാട് വേണ്ട. ചെറിയ സവോളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള കോൽപ്പുളി, കുടംപുളി അല്ലാട്ടോ ഉപയോഗിക്കണത്. സാധാരണ മാംഗ്ലൂർ സ്റ്റൈൽ മീൻകറിയിൽ കോൽപ്പുളി തന്നെയാണ് ഉപയോഗിക്കാറ്. ഇതിട്ട് കൊടുക്കുക. ഇല്ലെന്തെങ്കിലും നാരുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സോക്ക് ചെയ്യണമെന്നില്ല, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സോഫ്റ്റാണ്. കുറച്ച് ഹാർഡായിട്ടുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സോക്ക് ചെയ്ത്, അതായത് കുറച്ച് സമയം കുറച്ച് ചൂടുവെള്ളത്തിലെങ്ങാനും സോക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പുളി നമ്മുടെ എന്താ പറയുക ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, അതിനുശേഷം അരച്ച് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു വരില്ല. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല അടിപൊളി മണമുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും മീൻകറി അല്ലേ, നമുക്ക് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമല്ലേ. ഈ അരച്ച മിക്സിയിൽ ഇത് ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് തന്നെ അരഞ്ഞ് വരണം കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് കറി എന്ന് പറയുമ്പോൾ, അതായത് അയലക്കറി എന്നൊക്കെ പറയുമ്പോൾ, ഒരുപാട് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുമല്ല ഇരിക്കുക, അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ടുമല്ല ഇരിക്കുക. ഇത് ഈ സമയത്ത് അത്യാവശ്യം ലൂസായിരിക്കണം, എന്നാലാണ് ഇത് തിളച്ച് കുറുകിയൊക്കെ വരുമ്പോൾ തിക്കായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് തിക്കായിട്ട് മാറും. ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഇപ്പോഴും അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, നമ്മുടെ എന്താ പറയുക, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ, അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളിയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ പുളിയൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ഉപ്പും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇത് നല്ല റെഡ് കളറായിട്ടാണ് നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷെ ക്യാമറയിൽ നോക്കുമ്പോൾ യെല്ലോ കളറിലാണ് തോന്നുന്നത്. ഇപ്പം ഈ മീൻകറി കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിനി ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 8-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അയിലയല്ല ഉപയോഗിക്കണത്. അപ്പോൾ അയില പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഈ ഗ്രേവിയുടെ പച്ചമണം മാറിയില്ല എന്നുണ്ടെങ്കിൽ മീൻകറി കഴിക്കാൻ തീരെ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതോടൊപ്പം ഇതൊന്ന് കുറുകിയും വരും. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. ഇത് മതി. എന്നാൽ ഗ്രേവി ഒരുപാട് തിക്കാവാൻ പാടില്ല കേട്ടോ. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഇനി മീൻ ചേർത്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും ഒരുപാട് തിക്കായിട്ട് വരും. എന്നാലും അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കണം. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ടീസ്പൂൺ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ പകുതി, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളകും ഒരു പഴുത്ത മുളകുമാണ്. അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക, എരിവിനനുസരിച്ച്. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇത് അടച്ചു വെച്ച് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ് തോന്നുന്നത്. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പുളി കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് കോൽപ്പുളി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അയിലൊക്കെ ആയ കാരണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് കുക്കായിട്ട് വരാൻ. ഒരു 6-7 മിനിറ്റ് ഒക്കെ മതി. ഇതിനിവിടെ ഇരുന്ന് നന്നായിട്ട് കുക്കാവട്ടെ. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നതിന് ശേഷം ചുറ്റിച്ച് കൊടുക്കുക. ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കാച്ചി ഒഴിക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഈ സമയത്ത്. ഞാൻ പക്ഷേ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണില്ല. ഓയിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തി ആയിട്ടുള്ളൊരു വെർഷനാണ്. കണ്ടില്ലേ, ഗ്രേവിയുടെ ഒരു തിക്നെസ് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ മീൻ ഒരുപാട് വെന്തങ്ങോട്ട് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, നമ്മുടെ കേരള റൈസ്. അതിൻ്റെ കൂടെ കുറച്ച് മീൻകറി ഒഴിക്കാം. ഇനിയൊന്നും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഈ മീൻ കറി എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് തോന്നുന്നത്. സാധാരണ നമ്മുടെ മീൻ കറിനേക്കാളും കുറച്ചും കൂടിയും ടേസ്റ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിന് ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കേട്ടുക.